ലീഗിൽ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. അവർ സംഘടനാപരമായും അതോടൊപ്പം തന്നെ വളരെ കരുത്തുറ്റ രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. അവർക്കെതിരായിട്ടുള്ള പല ആരോപണങ്ങളും കേരളത്തിൻ്റെ മുന്നിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ തുപ്പിയിട്ടും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെടുത്ത മതനിരപേക്ഷ നിലപാട് വളരെ ശക്തമായി ശ്രീ പാണക്കാട് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഇതൊക്കെ UDF-നെതിരായി CPM ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പഗൻഡയാണ്. പ്രത്യേകിച്ച് ഇവിടെ അത്തരത്തിലുള്ള വാദഗതികൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം കേരളത്തിൽ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു തവണ അവർ പറഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി, അത് മാറ്റി അവർ പിന്നെ അസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലേക്കുള്ള വലിയ പ്രചാരവേലകൾ ഒരു സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതേ പ്രചാരവേലകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടത്തിയ ആളുകളാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു ഇത്തരത്തെ വിഷങ്കലക്കനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് നടന്നിട്ട് പോലും തെരഞ്ഞെടുപ്പിനകത്തൊന്നും മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ UDF-നോ ഒരു പരിക്കുണ്ടാക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ള വസ്തുത നമ്മൾക്ക് മുമ്പിലുണ്ട്. മാത്രമല്ല KM മാണി സാറിനെ പോലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള UDF-ന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരായി CPM നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ, അദ്ദേഹത്തെ VS അച്യുതാനന്ദൻ നിയമസഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എതിരായി നടത്തിയ പ്രസംഗം, ബൈബിളിലെ വാക്കുകൾ പോലും ഉദ്ധരിച്ചുകൊണ്ട് നടത്തി ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിച്ച് കോഴമാണി കരിങ്കോളി കോഴമാണി എന്ന് പറയും, മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടെണ്ണ യന്ത്രമുണ്ടെന്ന് പറയും. നിയമസഭയിൽ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള പെക്കൂത്തുകളും പോക്കിരത്തങ്ങളും തെമ്മാടിത്തവും ഈ കേരളത്തിന് മുമ്പിലുള്ളതാണ്. ഇന്നത്തെ മന്ത്രിമാരായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നടത്തിയിട്ടുള്ള സമരാഭാസങ്ങളും അതിക്രമങ്ങളും അക്രമങ്ങളൊക്കെ നാട് കണ്ടതാണ്. അത്തരം നിന്നിട്ട് KK മാണിയെ പോലെ ഒരാൾ LDF-ന്റെ പാളയത്തിലേക്ക് പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് പുനർചിന്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ പാർട്ടി മുന്നണിക്കകത്ത് പോയപ്പോൾ വല്ലാത്തൊരു മനപ്രയാസം പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ അവർ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഉൾപ്പെടെ അവർക്ക് അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് അണികൾ ഉൾപ്പെടെ അവർക്കൊന്നും ദയിക്കാത്തൊരു മുന്നണി തന്നെയാണ് LDF CPM എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് അതിനകത്തൊരു ഔദ്യോഗികമായ ചർച്ചക്കൊന്നും ഞങ്ങൾ നിലപാടെടുത്തില്ല. രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അത്തരത്തിലുള്ള പല സാധ്യതകൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാകും. നമുക്കറിയാം RJD എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളിലേക്ക് വന്നത് ഏത് സാഹചര്യത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് RJD ഞങ്ങളൊപ്പം വരികയും തിരിച്ചവരങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വളരും തോറും വളരുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. അത്തരത്തിൽ എന്തൊക്കെ സംഭവിക്കാം ഒരു എന്താ പറയുക, ഒരു പ്രാസത്തിന് പറയുന്നത് പോലെയുണ്ട്. പിളർന്ന് ഇപ്പോൾ താഴോട്ട് തന്നെയാണ് എല്ലാം നമുക്ക് പറയാൻ കഴിയില്ലോ. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ 10-25 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ 5-2-7 അല്ലേ, അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയാവുന്നത്. രണ്ടും കൂടി കൂട്ടിയാൽ പോലും 7 MLA-മാരാണ്. അപ്പം ഞാൻ ഇതിനൊരു മറുവശമുള്ളത് റിജിൽ, അതായത് കോൺഗ്രസ് ആസ് സച്ച് ലീഗ് ഈ പറയുന്ന നീക്കങ്ങളൊക്കെ നടത്തുന്നു. കോൺഗ്രസ് ഒരു സ്വന്തം നിലയ്ക്ക് ഇതിൽ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, കോൺഗ്രസ് അങ്ങോട്ട് ഒരു താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അത് എങ്ങനെ, നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞ പോലെ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന കാര്യത്തിലുള്ള വലിയ ചോദ്യങ്ങളിലേക്ക് നീങ്ങും. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുള്ളത്, കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം, കോട്ടയത്തെ DCC നേതൃത്വം ഇത് തീരെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരതിനെ എതിർക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ജോസഫ് വിഭാഗം എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതത്ര സ്മൂത്ത് ആവില്ല. അങ്ങനെയൊരു അതിലൊരു ഫോർമുല ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നേരത്തെ ഷുക്കൂർ പറഞ്ഞ പോലെ ഫോർമുല ഉണ്ടാക്കി എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിടുക എന്നൊരു സമീപനം ഉണ്ടായിക്കൂടായികയില്ലല്ലോ. എത്രത്തോളം സാധ്യതയുണ്ട് അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ റിജിൽ? രാഷ്ട്രീയ സാധ്യതയുടെ ഒരു കലയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പല സാധ്യതകളുണ്ടാവാം. ആ പല സാധ്യതകളും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് കനകോലു പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ. നിങ്ങളുടെ കൈരളി ചാനലും അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കേരള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധ വികാരവും കൊള്ളയും ഉൾപ്പെടെ, പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ കീഴടങ്ങാനുള്ള തീരുമാനം ഉൾപ്പെടെ വളരെ ശക്തമായ രൂപത്തിലുള്ള ജനകീയ വികാരം നിങ്ങൾക്കെതിരായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് നൽകുന്നുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പം CPM-നോട് ചേർന്ന് CPM-നോടൊപ്പം നിന്ന് ഘടകകക്ഷികളൊക്കെ തന്നെ അവരുടെ അവസ്ഥ എന്നാൽ കൊതുക് ചോര കുടിക്കുന്നത് പോലെ അവരുടെ ചോര കുടിക്കുന്നവരാണ് CPM എന്ന് അവർക്കറിയാം. ഞങ്ങളൊപ്പം നിൽക്കുന്ന ഘട്ടത്തിലുള്ള ഒരു സ്വാധീനവും സ്വാതന്ത്ര്യവും ഞങ്ങളൊപ്പം നിൽക്കുന്നതിൻ്റെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ CPM-നൊപ്പം പോയാൽ കിട്ടിയില്ല എന്നുള്ളത് അതിനകത്ത് നിൽക്കുന്ന സാധാരണക്കാരായ അണികളും നേതാക്കന്മാരും ഉൾപ്പെടെ ഇതാണ് ഇതേ തന്നെയാണ് ചോരയൂറ്റി കുടിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിനോട് കാണിക്കുന്നുണ്ട് കോട്ടയത്ത്. അതാണ് അതും കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിലേക്ക് വരാവുന്ന വോട്ടുകൾ മുഴുവൻ കേരള കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. സംഘടനാപരമായി അത് അവർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് അവർ നിൽക്കുമ്പോൾ UDF-നകത്ത് കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ച് മുമ്പോട്ട് പോയതാണ്. കെ മാണി സാറെ പോലെയുള്ള ഏറ്റവും പ്രതിജ്ഞനായ നേതാവ് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വളരെ ശക്തമായി ആ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് മുൻകൈ എടുത്തിട്ടുണ്ടെന്നെല്ലാം നമുക്കറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരള കോൺഗ്രസ് ഇല്ലാതെ LDF-നകത്ത് നിന്ന് ഞങ്ങൾ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് PJ ജോസഫ് സാറിൻ്റെ കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസുമായി നിന്നുകൊണ്ട് കോട്ടയത്ത് ഇത്ര ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയിട്ടുള്ളത്. വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് അവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് LDF-നോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിനോട് ഉള്ള ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ്. കാരണം അത്രയേറെ വെറുക്കപ്പെട്ട ഒരു സംഘടനയായി ആര് മാറി, ഒരു പാർട്ടിയും മുന്നണിയായി ഈ LDF മാറിയിരിക്കുന്നു.